ഷുഹൈബ് കേസിൽ ഗൂഢാലോചന പിന്നീട് അന്വേഷിക്കാമെന്ന റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതേസമയം CPM എടയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രശാന്ത് അടക്കം 6 പേർ കുറ്റകരമായ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നുവെന്നും പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അവർ ഒളിവിലാണെന്നും അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുമാണ് അന്വേഷണ സംഘം നൽകിയ വിശദീകരണം. ഇത് CPMഉം പോലീസ് തമ്മിൽ നടത്തിയ ഒത്തുകളിയുടെ ഭാഗമാണെന്ന് K. സുധാകരൻ പറഞ്ഞു. പ്രശാന്ത് ഉൾപ്പെടെയുള്ള പ്രതികൾ മട്ടന്നൂർ സ്റ്റേഷനിൽ തന്നെ ഇതിനകം 2 തവണ ഹാജരായിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഈ സംഭവത്തിന് ശേഷം ഇതിൻ്റെ അകത്തെ പ്രതി എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി അവിടെ നേരത്തെ മറ്റൊരു 2 കേസിൽ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് ജാമ്യമെടുത്തു പോകുമ്പോഴും ഇവരെ ഈ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അയാളെ കാണാത്തത് കൊണ്ടാണ്, അയാൾ ഒളിവിലാണ് എന്ന് വാദത്തിന് വേണ്ടി പറയുന്ന വാദമുഖത്തോട് എന്ത് യോജിക്കാനാണ് നമുക്ക് സാധിക്കുക? പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ ഉന്നതരായ CPM നേതാക്കൾ പ്രതികളാകും എന്നതുകൊണ്ടാണ് പോലീസ് അറസ്റ്റിന് മടിക്കുന്നത്. ഇതിലൂടെ മറ്റു പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുകയാണ് പോലീസ് ചെയ്തതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. ഇക്കാര്യങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ വാദത്തിനിടെ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും സുധാകരൻ പറഞ്ഞു. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.